1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? പെരേര ഡി പൈവയും മോസസും. കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? ജോനാഥൻ ഡങ്കനും ചാൾസ് ബോർഡനും. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചേരികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിന്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവവികാസത്തിന് ഉത്തരവാദി ആരാണ്? ഉമ്മിണിത്തമ്പി. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികൾ. മിഷൻ ഇന്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? ഇന്ത്യ. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധബന്ധം അർത്ഥമാക്കുന്നത് ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കുവാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്തുവാനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. കുറേഷിയോ സമുദ്രത്തിന്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അവ ഊഷ്മള സമുദ്ര പ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഫിലിപ്പൈൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്ത് ഒഴുകുന്നു. വ്യാപാരക്കാറ്റിൽ നിന്നാണ് അവ ഊർജം നേടുന്നത്. സുഷിര കറന്റ് ഫോംസ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. കുറേഷിയോ സമുദ്ര പ്രവാഹം ഊഷ്മള സമുദ്ര പ്രവാഹങ്ങളാണ്. ഫിലിപ്പൈൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്താണ് ഒഴുകുന്നത്. വ്യാപാരക്കാറ്റിൽ നിന്നാണ് ഊർജം ലഭിക്കുന്നത്. സുഷിര കറന്റ് ഫോംസ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 44. കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? 10. 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിന്റെ ഭാഗമാകുന്നത്? നാഥുല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ചിനാബ്. നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സ് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖമനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. RBI, സെബി, IRDAI. 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിൽ നിന്ന് ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. അവ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc, നീളം 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് 22%. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും. ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. 2016 ഭരണഘടനയുടെ 101ാം ഭരണഘടനാ ഭേദഗതി കൈകാര്യം ചെയ്യുന്നത് ചരക്കു സേവന നികുതി. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നിയമത്തിന്റെ അന്തിമ നിർണയം. പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം.
നിരവധി വകുപ്പുകളുടെ താൽപ്പര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി മിസ്റ്റർ അബ്ദൽ ഫത്താഹ് അൽ സിസി, ഈജിപ്തിലെ പ്രസിഡന്റ്. താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല. ഇതിലേതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നത് തെറ്റാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം 1985 പാസാക്കി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ ശ്രീ എൻ. രാധാകൃഷ്ണൻ നായർ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2022 ലഭിച്ചത് ആനി എർനാക്സ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ശരിയായവ: ആനിമൽ വെൽഫെയർ ബോർഡ് 1962, ദി പ്രൊവിഷൻ ഓഫ് ക്രുവൽറ്റി ടു ഡ്രാഫ്റ്റ് ആൻഡ് പാക്ക് അനിമൽ റൂൾസ് 1965, ദി പ്രൊവിഷൻ ഓഫ് ക്രുവൽറ്റി ടു അനിമൽസ് ലൈസൻസ് ആൻഡ് ഫാരിയേഴ്സ് റൂൾസ് 1965. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ CAG, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനാപരമായ സ്ഥാപനമല്ല. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എൽഡർ ലൈൻ 14567, ശ്രേഷ്ഠ പദ്ധതി ഭിന്നശേഷിയുള്ളവർ, മന്ദഹാസം മുതിർന്ന പൗരന്മാർ. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഈസ്ട്രജന്റെയും പ്രൊജസ്റ്ററോണിന്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ടുമുൻപുള്ള പ്രധാന മാറ്റം. ഈസ്ട്രജൻ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പ്രൊജസ്റ്ററോൺ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. പിൻഭാഗത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പുറത്തുവിടുന്ന ഓക്സിറ്റോസിൻ സെർവിക്കസിലെ റിസപ്റ്ററുകൾ വഴി ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നതിന്റെ ഫലമായി പുറത്തുവിടുന്ന വളരെ ശക്തമായ ഗർഭാശയ പേശി ഉത്തേജകമാണ്. അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ പെൽവിസിന്റെ അസ്ഥികളിൽ തമ്മിലുള്ള ബന്ധം അയവ് വരുത്തുന്നു. അതുവഴി നവജാത ശിശുവിന് എളുപ്പത്തിൽ പുറത്തു കടക്കുന്നതിന് ജനന കനാൽ വലുതാക്കുന്നു. വിറ്റമിൻ എ, റെറ്റിനോൾ ചർമ്മം, ശ്വസന വ്യവസ്ഥ, യൂറോജെനിറ്റൽ ട്രാക്ട് എന്നിവയുടെ വരണ്ട പൊട്ടുന്ന എപ്പിത്തീലിയ, രാത്രി അന്ധതയും വികലമായ തണ്ടുകളും. ഇലക്കറികളും പഴങ്ങളും പാലുൽപ്പന്നങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യങ്ങൾ, കരൾ എണ്ണ തുടങ്ങിയവ. വിറ്റമിൻ ഡി, കാൽസിഫെറോൾ, റിക്കറ്റുകൾ അല്ലെങ്കിൽ ഓസ്റ്റിയോ മലാസിയ, മുട്ടയുടെ മഞ്ഞക്കരു, പാൽ, മത്സ്യ എണ്ണകൾ. വിറ്റമിൻ ഇ, ടോക്കോഫെറോൾ, പുരുഷവന്ധ്യത, മസ്കുലർ ഡിസ്ട്രോഫി, ശിശുക്കളിൽ അസാധാരണമായ ചുവന്ന രക്താണുക്കൾ. സസ്യങ്ങളിലും മൃഗങ്ങളിലും ആഹാരം വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ഉദാഹരണം: മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, ഇലക്കറികൾ, വിത്ത് എണ്ണകൾ. വിറ്റമിൻ കെ, മന്ദഗതിയിലുള്ള രക്തം കട്ടപിടിക്കലും രക്തസ്രാവവും. ഇലക്കറികൾ. ഉയർന്ന സംവേദകക്ഷമതയുള്ള C-റിയാക്റ്റീവ് പ്രോട്ടീൻ അമിതവണ്ണമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയുടെ ഒരു നല്ല അടയാളമാണ്. CRPയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: കരൾ സമന്വയിപ്പിച്ച പെന്റമെറിക് പ്രോട്ടീനാണ് CRP. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള വിട്ടുമാറാത്ത കോശജ്വലന അവസ്ഥകളിൽ അതിന്റെ സ്ഥിരമായ ഉയർന്ന അളവ് കാണാം. വിദേശ രോഗികളെയും കേടായ കോശങ്ങളെയും തിരിച്ചറിയുന്നതിലും നീക്കം ചെയ്യുന്നതിലും CRP ഒരു പങ്ക് വഹിക്കുന്നു.
ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മങ്കി പോക്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? ഭാരം. തെർമോമീറ്ററിന്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? 273.16 കെൽവിൻ. നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം ഇടപെടൽ. എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? 2008. അലൂമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം അലൂമിനിയവും ഹൈഡ്രജനും. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസ് നിയമം അനുസരിക്കുന്നത്? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. താഴെ പറയുന്ന സ്പീസീസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്? AlCl3. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. മുച്ചിലോട്ട് ഭഗവതി തെയ്യം. GV രാജയുടെ മുഴുവൻ പേര്? ഗോദവർമ്മ രാജ. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ പേര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. KIIFBയുടെ പൂർണ്ണരൂപം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ലതാ മങ്കേഷ്കർ അന്തരിച്ചത് 2022 ഫെബ്രുവരി 6-ന്. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇന്റലിജന്റ് ഉപകരണങ്ങളായിട്ട് കണക്കാക്കുന്നത്? സ്വിച്ചും റൂട്ടറും. താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ക്ലിക്കിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്? ഓപ്ഷൻ ഡി. വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻസ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത്? മൈക്രോസോഫ്റ്റ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നായിരുന്നു. സെക്കൻഡറി എഡ്യൂക്കേഷണൽ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഉൾപ്പെടുന്നത്? സെക്കൻഡറി വിദ്യാഭ്യാസം 7 വർഷമായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം 11 മുതൽ 17 വർഷം വരെയുള്ള കുട്ടികൾക്കുള്ളതായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം ഇന്റർമീഡിയറ്റ് കോളേജ് അവസാനിപ്പിച്ച് 11ാം ക്ലാസ് സെക്കൻഡറി സ്കൂളുകളായും 12ാം ക്ലാസ് BAയുമായി ലയിപ്പിച്ച് നിർദ്ദേശിച്ചു. ഡിഗ്രി കോഴ്സ് 3 വർഷമായിരിക്കും. താഴെ പറയുന്നവയിൽ ഏത് അനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005ന്റെ പ്രധാന ശുപാർശകളിലൊന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നത് ഉറപ്പാക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പോർട്ട്ഫോളിയോകളും റബ്രിക്സുകളും ഉൾപ്പെടുന്ന വിവിധ രീതികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ പൊതുവായി ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത്. രാധാകൃഷ്ണൻ കമ്മീഷൻ. 1952ലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? സ്ത്രീ വിദ്യാഭ്യാസം. താഴെ പറയുന്നവയിൽ കോത്താരി കമ്മീഷൻ 1964 ശുപാർശ അല്ലാത്തത്? പഠനത്തിൽ ഏറ്റവും കുറഞ്ഞ തലങ്ങൾ. ശുപാർശകൾ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവസരങ്ങൾ, തുല്യത ഉറപ്പാക്കുന്നതിനുള്ള പൊതു സ്കൂൾ സംവിധാനം, ദേശീയ GDPയുടെ 6% വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കണം, വിദ്യാഭ്യാസത്തിന്റെ 10+2+3 മാതൃക. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നതിന് ഏത് കമ്മീഷനാണ് അംഗീകരിച്ചത്? എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1964-66. രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് രാഷ്ട്രീയം, ഭരണം, വ്യവസായം, വാണിജ്യം എന്നിവിടങ്ങളിൽ തങ്ങളുടെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന മഹത്തായ വ്യക്തിത്വം വളർത്തിയെടുക്കുക, ജനാധിപത്യ മൂല്യങ്ങളും സമാധാനവും ഐക്യവും വികസിപ്പിക്കുക. സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സംയോജനം. 1944-45ലെ സാർജന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ: അലിഗഡ്, ബനാറസ്, ഡൽഹി കേന്ദ്ര സർവകലാശാല. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിന് ശുപാർശ ചെയ്തത്? യശ്പാൽ കമ്മിറ്റി. പ്രസ്താവന 1 ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് നിയമപ്രകാരം UGC സ്ഥാപിച്ചു.
UGC ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഏകോപനത്തിനും നിർണയത്തിനും നിലവാരം പുലർത്തുന്നതിനുമായി UGC സ്ഥാപിതമായി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശ തത്വങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഏതാണ്? നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് NPST. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏതെല്ലാമാണ്? സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ, പുതിയ പാഠ്യപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും, 5+3+3+4, തുല്യതയും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം, സാമൂഹികവുമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. അയാൾ പിരിച്ചെഴുതുക. ആൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. പെണ്ണുങ്ങൾ. പുറം പ്ലസ് അടി ചേർത്തെഴുതുക. പുറമടി. സൂര്യന്റെ പര്യായമല്ലാത്തത് സൂപവർണ്ണി. സൂര്യന്റെ പര്യായമല്ലാത്തത് സൂപവർണ്ണി. തുല്യത, വിപരീതം, അതുല്യം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ വാക്യം. അസ്തിത്വം. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. 5ാം പത്തിക്കാരൻ, ഒറ്റുകൊടുക്കുന്നവൻ.